മലപ്പുറം തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ഒരു ആന ഇടഞ്ഞ സംഭവം നിങ്ങൾ മനസ്സിലാക്കി കാണും. പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഒരാളെ ആന തുമ്പിക്കൈ കൊണ്ട് തൂക്കി എറിയുന്നതും കണ്ടു. പതിനോടി 27 ആളുകൾക്ക് പരിക്കേറ്റു. 3/4 മണിക്കൂറിന് ശേഷമാണ് ഈ ഇടഞ്ഞ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞത്. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ ഖരീം ഉണ്ട്. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, ശരിക്കും വല്ലാത്ത കാഴ്ചയാണിത്. നമുക്ക് ചില ദൃശ്യം പൂർണ്ണമായി കാണിക്കാൻ കഴിയുന്നില്ല, കാരണം നിങ്ങൾക്കറിയുന്ന പോലെ ആന ആളുകളെ ആക്രമിക്കാൻ അടുക്കുന്നു നമുക്ക് കാണിച്ച ആൾക്കാരെ ഭയപ്പെടുത്താൻ കഴിയില്ല. എന്നാലും അതിഭീകരമായ ദൃശ്യമാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? തിരൂർ പുതിയങ്ങാടി യാഹൂം തങ്ങൾ ആണ്ടു നേർച്ചയ്ക്കിടയിലാണ് ഈ ആന ഇടയുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. രാത്രി 1 മണിയോട് കൂടെയാണ് ഈ ആന ഈ ആഘോഷ പരിപാടികൾക്കിടെ ഇടയുന്നത്. ഈ ആന പാക്കത്ത് ശ്രീകുട്ടൻ എന്ന് പറയുന്ന ആനയാണ് ഇടഞ്ഞത്. തൊട്ടടുത്തുണ്ടായിരുന്നയാളെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി തൂക്കി എറിയുകയായിരുന്നു ഈ ആന. അദ്ദേഹത്തിന് അരികെ ഉണ്ടായിരുന്ന മറ്റൊരാൾ ഓടി രക്ഷപ്പെടുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. നിലവിൽ 2 പേർക്കാണ് കാര്യമായ പരിക്കുള്ളത്. ഇതിൽ ഈ ചുഴറ്റി എറിയപ്പെട്ടയാൾക്ക് ഗുരുതരമായ പരിക്കാണ്. ഇയാൾ അതീവ ഗുരുതരാവസ്ഥയിൽ നിലവിൽ കോട്ടക്കലിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മറ്റു പരിക്കേറ്റയാൾ വാരിയിലാണ് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് രാഹുൽ എന്നാണ്. ഇയാൾ നിലവിൽ തിരൂർ ഇമ്പിച്ചിബാവ ആശുപത്രിയിലും ചികിത്സയിലാണ്. ഈ പരിഭ്രാന്തരായി ആളുകളെല്ലാം തന്നെ കൂട്ടത്തോടെ ഓടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഓട്ടത്തിനിടയിൽ 27ഓളം ആളുകൾക്ക് നിസാരമായ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇവർ പല ആശുപത്രിയിൽ ചികിത്സ തേടി എല്ലാവരും തന്നെ നിലവിൽ മടങ്ങിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിലായാണ് ഈ തിരൂർ പുതിയങ്ങാടിയിൽ ഈ യാഹൂം തങ്ങൾ ആണ്ട് നേർച്ച നടക്കുന്നത്. ആണ്ട് നേർച്ചയുടെ ആഘോഷ പരിപാടികൾക്ക് ഈ ആനയും ഇവിടെ പതിവാണ്. അങ്ങനെ നിയമങ്ങളെല്ലാം തന്നെ അനുസരിച്ചു കൊണ്ട് തന്നെയാണ് ഈ ആനയെ നിലവിൽ ആഘോഷ പരിപാടിയുടെ ഭാഗമാക്കി എത്തിച്ചത് എന്നുള്ളതാണ് ഈ പോലീസും സംഘാടകരും വ്യക്തമാക്കുന്നത്. 8ഓളം ആനകളാണ് വിവിധ ഘട്ടങ്ങളിലായി ഈ ആഘോഷ പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തത്. അതിന്റെ സമാപന ദിവസമാണ് ഇന്ന് എന്നുള്ളത്. ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ഈ യാഹൂം തങ്ങൾ ആണ്ട് നേർച്ച സമാപിക്കും. അതിന്റെ ഭാഗമായുള്ള ഈ പോത്തൻകോട് വരവ് ഈ യാഹൂം തങ്ങൾ യാറത്തിന് സമീപം എത്തുന്ന സമയത്താണ് ഈ ആന ഇടയുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പുതിയങ്ങാടി നേർച്ചയുടെ ഭാഗമായി ആഘോഷ പരിപാടികൾ കാണാനും മറ്റുമായി എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി 1 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരാളിന്റെ ഒരു അനുഭവ സാക്ഷ്യം വരുന്നുണ്ട്. ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, ബഹളം കേട്ടപ്പോൾ. അപ്പോൾ ആന ഒരാളെ ചുഴറ്റി എറിയുന്ന ആ ഒരു ഇതാണ് കണ്ടിട്ടുള്ളത്. ആള് ഹോസ്പിറ്റലിലാണ്, പരിക്കുണ്ട്, അത്യാവശ്യം പരിക്കുണ്ടാവും. നല്ല ഹൈറ്റിലാണ് ആൾ വന്ന് വീണിട്ടുള്ളത്. ഒരാൾക്കാണ് ആനൻ്റെ ഇതിൽ നിന്നുള്ള പരിക്ക്. പിന്നെ ഓട്ടത്തിലും ഒക്കെ ആയിട്ട് വീണിട്ട് 4-5 പേർക്ക് പരിക്കുണ്ടാവും. അവർ ഹോസ്പിറ്റലായിരിക്കും, അതറിയില്ല. ഈ ആന അടുത്ത ആളാണ് ഹോസ്പിറ്റലിലുള്ളത്. ഓക്കെ, സമീർ ബിൻ ഖരീം തുടരുകയാണ്. സമീർ, കൂടുതൽ വിവരങ്ങൾ. രാത്രി 1 മണിയോടുകൂടി ഈ ആന ഇടയുന്നു, ഇങ്ങനെ ഒരാളെ ചുഴറ്റി എറിയുന്നു. പിന്നീട് രാത്രി 1:45 കൂടി മാത്രമാണ് ഈ പാപ്പാന് ആനയെ തളക്കാനായത്. അതിനിടയിലാണ് ഈ അക്രമ സംഭവം അരങ്ങേറുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൂടുതൽ അക്രമ കാര്യങ്ങളിലേക്ക് ആന കടന്നതുമില്ല. അതോടൊപ്പം തന്നെ 3/4 മണിക്കൂർ കൊണ്ട് ഈ ആനയെ തളക്കാനായതും അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു എന്നുള്ളതാണ് നിലവിൽ ആശ്വാസകരമായ കാര്യം. ഏതായാലും ഈ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു നേർച്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സും ആംബുലൻസും എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ തന്നെ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പരിക്കേറ്റവരെയും മറ്റുമെല്ലാം തന്നെ ഉടൻ തന്നെ ഈ ആശുപത്രിയിലേക്ക് മാറ്റാനായി എന്നതും ഈ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഭാരവാഹികളുമായി ഒപ്പം തന്നെ ഈ പോലീസുമായൊക്കെ സംസാരിക്കുമ്പോൾ ഈ കൃത്യമായ അനുമതിയോടുകൂടി നിയമപരമായിട്ടുമാണ് നിലവിൽ ഈ ആനയെ എഴുന്നള്ളിച്ചത് എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഒരു ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൽ പരിക്കേറ്റയാളെ ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത. കോട്ടക്കലിലെ മിംസ് ആശുപത്രിയിലാണ് ഇദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇദ്ദേഹത്തെ നിലവിൽ പ്രവേശിപ്പിച്ച് ഈ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെയോടുകൂടി അല്ലെങ്കിൽ അല്പസമയത്തിനകം തന്നെ ആർക്കാണ് ഈ പരിക്കു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിലവിൽ കാണുന്ന ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ്. ഈ ആന ഇടഞ്ഞ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പുതിയങ്ങാടി എന്നുള്ള വിവരമാണ്. യഥാർത്ഥത്തിൽ ആളുകൾ കൂടി നിൽക്കുന്ന
സ്ഥലത്തു നിന്നാണ് ഈ ആന വരേണ്ടതും ഇടഞ്ഞ ആന ഒരാളെ തുമ്പിക്കൈയിൽ തൂക്കിയെടുത്ത് എറിഞ്ഞതും. അത്ര ക്ലോസ് ആയിട്ട് ഇന്ന് ആളുകൾ പടമൊക്കെ എടുക്കുന്ന സമയത്താണ് ആന ഇടഞ്ഞത് എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. ആളുകൾ നന്നായിട്ട് കൂടി നിൽക്കുന്ന സ്ഥലത്ത് ആന ഇടിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഈ സ്ഥലത്ത് ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ആന തൂക്കിയെറിയപ്പെട്ട മനുഷ്യൻ അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. അദ്ദേഹത്തിന് ലേശം കാര്യമായിട്ട് പരിക്കുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. വരണ്ടോടിയ ആളുകൾ ആത്മരക്ഷാർത്ഥം ഓടുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കണ്ടു. എന്തായാലും ഈ ആന ഇടയുന്നത് ഇത്ര അപൂർവമായ കാഴ്ചയല്ല ഉത്സവപ്പറമ്പുകളിൽ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക.